നമസ്കാരം. വിൻ്റർ ഹെവൻ്റെ സമകാലികം എന്ന വാർത്താ പരമ്പരയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത് പ്രശസ്ത നിരൂപകനും രാഷ്ട്രീയ നിരൂപകനും ജ്ഞാനിയുമായ ശ്രീ ഭുവനേന്ദ്രൻ, അതുപോലെ തന്നെ പ്രകൃതി സ്നേഹിയും പൊതുപ്രവർത്തകനും പത്രപ്രവർത്തകനുമായ ശ്രീ നാസർജി തുടങ്ങിയ രണ്ടുപേരാണ്. നമുക്ക് പ്രധാനമായ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കാം. കേരളത്തിൽ പ്രക്ഷുബ്ധമായിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ അറിയാമല്ലോ. അതിൽ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചൊന്ന് പറയാമോ? ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് രാഷ്ട്രീയം ഒരു വ്യാവസായികമായി കൊണ്ടുപോകുന്ന ചിലരുടെ കൈകളിലാണ്. അതൊരു പണ്ടൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ അടിത്തറയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒന്നായിരുന്നു. ഇന്ന് ആ സങ്കല്പവും അങ്ങനെ ഒരു സാഹചര്യവും ഉണ്ടാകുന്നില്ല. കുറച്ചുപേർ കുറേ റിയൽ എസ്റ്റേറ്റ് മാഫിയകളുടെ തണലിൽ കുറേ സമ്പന്നരുടെമായി ഒത്തുചേർന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇവിടെ നടത്തുന്നത്. അതിനകത്ത് ജനാധിപത്യമില്ല, മതേതരത്വമില്ല, ഇതെല്ലാം നഷ്ടപ്പെട്ട കുറേ പബ്ലിക്കിനെ കുരുടന്മാരാക്കി അന്ധന്മാരാക്കിയുമാണ് ഇന്നത്തെ ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത് ജനങ്ങൾക്ക് ഗുണമുണ്ടോ? ഇല്ല. ജനങ്ങളെ ഗുണമുണ്ടെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് അവരെ തെറ്റിദ്ധാരണ വരുത്തി ഒന്നിനെ 1000 മാറ്റി അവരുടെ ഇടയിൽ ആശയപരമായിട്ടുള്ള ഒരു അകൽച്ച അവരുണ്ടാക്കി. അവർ പ്രകടിപ്പിക്കുന്ന ആശയങ്ങളൊന്നും തന്നെ യാഥാർത്ഥ്യബോധത്തോടോ പ്രാവർത്തികമാക്കാൻ കഴിയുന്നതോ അല്ല. ഇപ്പോൾ സപ്പോസ് ഒരു വികസനം തന്നെ ഇപ്പം തന്നെ നമ്മുടെ കേരളത്തിലുണ്ടായി. കോടാനുകോടി രൂപയുടെ വികസനമാണ് ഹൈവേ പദ്ധതി എന്ന് പറയുന്നത്. ആ ഹൈവേകളെല്ലാം ഒരു മഴയത്തും അത് ഒലിച്ചു പോകുന്ന സ്ഥിതിയാണ് നമ്മൾ കണ്ടത്. 1000 കോടിയുടെ ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നാൽ 100 കോടി രൂപ പോലും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ ബാക്കിയെല്ലാം ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ വീതം വച്ചെടുക്കുകയും ആ വീതം വച്ചെടുക്കുന്ന കാശുകൾ മുഴുവൻ അന്യ രാജ്യങ്ങളിൽ കൊണ്ട് നിക്ഷേപിക്കുകയും ചെയ്തിട്ട് ഇവർ പരസ്പര ധാരണയിൽ സമരവും പ്രതിഷേധവും നടത്താറുണ്ട്. പക്ഷേ ഇതെല്ലാം അനുഭവിക്കുന്നത് ഇവിടുത്തെ സാധാരണ ജനങ്ങളാണ്. ഇന്നലകളിൽ 1 രൂപയ്ക്ക് വാങ്ങിയ സാധനം ഈ പാവപ്പെട്ട, അതായത് അമിതമായ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഒരു വിഭാഗം കൈകളിൽ ഒതുക്കിക്കൊണ്ട് ജനങ്ങളെ പരമവിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജനത്തെ വേണമെങ്കിൽ കഴുത എന്ന് പറയാം. ഇവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം രാഷ്ട്രീയവും മതത്തിനും അതീതമായി ഒരു പുതിയ ചുവടുവയ്പ് നടത്താനുള്ള സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു. ജനം ഇവിടെ കോൺഗ്രസ് എന്നും കമ്മ്യൂണിസ്റ്റ് എന്നും BJP എന്നും പറഞ്ഞ് പല പാർട്ടികളായി നടക്കുന്നല്ലോ. ഇവനൊക്കെ എല്ലാം രാജ്യം വിറ്റുതുലച്ച് നമ്മളെ അധോഗതിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവനെയൊക്കെ നമ്മൾ വലിച്ചെറിഞ്ഞുകൊണ്ട് ഒരു പുതിയ ജനാധിപത്യ വിപ്ലവ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇവിടെ കോൺഗ്രസും BJPയും കമ്മ്യൂണിസവും ഒന്നും വേണ്ടെന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? ഈ പ്രസ്ഥാനത്തെ വെറും കൂട്ടാളികളാക്കി ജനങ്ങളുടെ മുന്നിൽ പ്രചരിപ്പിച്ച് അതിൽ നിന്ന് അമിതമായ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുത്ത് ജനങ്ങളെ പറ്റിക്കുന്ന ഒരു സമീപനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഇവിടെ നിന്ന് വലിച്ചെറിയേണ്ട സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു. മനുഷ്യത്വമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമില്ല ഇവിടെ ഉള്ളത്. മതേതര രാഷ്ട്രീയ പ്രസ്ഥാനമില്ല ഇവിടെ. ജനാധിപത്യമില്ല ഇവിടെ. സോഷ്യലിസമില്ല. ഇത് പറച്ചിലുകൾ മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു ഉദാഹരണം ചോദിക്കട്ടെ. ഇവിടെ നവോത്ഥാനങ്ങളെല്ലാം നടത്തിയവരുണ്ടല്ലോ. മിസ്റ്റർ പിണറായി വിജയൻ്റെയോ ഇവിടുത്തെ K. സുധാകരൻ്റെയോ ഇവിടുത്തെ അമിത്ഷയുടെയോ മോളെ ഏതെങ്കിലും ഏതെങ്കിലും ഹരിജനങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും കുറഞ്ഞ സമുദായങ്ങൾക്ക് വേണ്ടി കല്യാണം കഴിച്ചു കൊടുക്കാൻ അവർ തയ്യാറാകുന്നില്ല. അപ്പോൾ സ്വന്തം കയ്യിലേക്ക് വരുമ്പോൾ അവിടെ ജാതിയും മതവും നോക്കുന്നവർ എന്താണ് നവോത്ഥാനം നടത്തുന്നത്? ഇവിടെ നവോത്ഥാനത്തിൻ്റെ അർത്ഥമുണ്ട്. ഇവിടെ നവോത്ഥാനം നടത്തിയ മഹാന്മാരായ ഒരുപാട് നേതാക്കൾ ജന്മം നൽകിയ നാടാണിത്. ഈ നാട്ടിൽ ഇത്തരം വൃത്തികേടുകൾ നടത്തുന്ന കുറേ രാഷ്ട്രീയക്കാരുണ്ട്. നവോത്ഥാനം അത് പിരിക്കുക, കുട്ടടിക്കുക, മക്കളുടെയും മരുമക്കളുടെയും പേരിൽ വിദേശ കൊണ്ടുവന്ന് നിക്ഷേപിക്കുക. ഇതിൻ്റെയൊക്കെ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യർ നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കുന്ന ജനങ്ങളെയല്ലേ പറയാനുള്ളത്. ജനങ്ങളെ ഇത്രത്തോളം വിഡ്ഢികളാക്കിയിട്ടും ജനം മനസ്സിലാക്കുന്നില്ലല്ലോ. ജനം പ്രതികരിക്കണം. ഇന്നത്തെ കേരള രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള അങ്ങയുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? കേരള രാഷ്ട്രീയം ഒരുവിധം നന്നായിട്ടാണല്ലോ മുന്നോട്ട് പോകുന്നത്. ഞാൻ ഈ
കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോഴത്തെ പ്രസൻറ്റ് കേരള രാഷ്ട്രീയത്തിൽ എനിക്ക് പറയാനുള്ളത്, ഇന്ത്യ രാജ്യം കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും വൃത്തികെട്ട ഒരു ഭരണകൂടം ആണ് ഈ ഭരണകൂടം. നേരത്തെ ഇവിടെ ഭരിച്ചിരുന്ന നായനാരെയും അച്യുതാനന്ദനെയും കേരളത്തിലെ നമ്മൾ പൂവിട്ട് പൂജിക്കേണ്ടതാണ്. അവരാണ് കമ്മ്യൂണിസ്റ്റ്. ഇവിടെ ഇപ്പോൾ നിലവിൽ കമ്മ്യൂണിസ്റ്റ് ഇല്ല, കമ്മ്യൂണിസ്റ്റ് മുതലാളികളാണുള്ളത്. ആ മുതലാളികളുടെ കയ്യിൽ നിന്നും കമ്മ്യൂണിസത്തെ നമുക്ക് രക്ഷിക്കേണ്ടിയിരിക്കണം. കമ്മ്യൂണിസം തകരാൻ പാടില്ല. കമ്മ്യൂണിസം ഈ രാജ്യത്തിൻ്റെ അത്യന്താഭീഷ്ടമാണ്. കമ്മ്യൂണിസം എവിടെ തകർന്നു പോകും, അവിടെ വർഗീയവാദികൾ തലകുത്തി എണീക്കും, അവർ തലനിവർത്തി എണീക്കും. അവിടെ നമ്മൾ നഷ്ടപ്പെടുന്നത് നമ്മുടെ സ്വാതന്ത്ര്യവും നമ്മുടെ ചിന്തകളും നമ്മുടെ സങ്കല്പങ്ങളും നമ്മുടെ വികസന ബോധങ്ങളുമാണ് അവിടെ തകർന്നു വരുന്നത്. അത് വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നിലനിൽക്കണം, കമ്മ്യൂണിസ്റ്റ് മുതലാളികൾ നിലനിൽക്കണം. അവർക്കെതിരെ അചഞ്ചലമായി പോരാടാനുള്ള ഒരു യുവതലമുറയെ കേരളത്തിൽ വാർത്തെടുക്കേണ്ട സമയം അതിക്രമിച്ചു. ഇപ്പോഴത്തെ തലമുറ അങ്ങനെ രാഷ്ട്രീയ ബോധമില്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കാര്യത്തിലൊക്കെ ഒരുപാട് ഒട്ടനവധി കൊലപാതകങ്ങൾ കേരളത്തിൽ നടക്കുകയുണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ച് കൊലപാതകം ഒരിക്കൽ മാത്രമേ വൃത്തം നടത്തൂ. അവനെ ശിക്ഷിക്കേണ്ട രീതിയിൽ ശിക്ഷിച്ചാൽ, അവനെ കൊലപാതകിയെ ശിക്ഷിക്കുന്നതിന് രക്ഷിക്കുന്ന സമീപനമാണ് ബഹുമാനപ്പെട്ട കോടതികളും രാഷ്ട്രീയ കക്ഷികളും ഭരണകൂടവും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുവഴി അവർക്ക് കിട്ടാവുന്ന ഭീകരമായ സാമ്പത്തിക നേട്ടങ്ങൾ അവർ ആ ലെവലിലേക്ക്. കറണ്ട് ബില്ല് മുതൽ വീട്ടു സാധനങ്ങളുടെ വരെ വില വർദ്ധിച്ച വിവരം ജനങ്ങളാരും അറിഞ്ഞില്ല എന്ന് തോന്നുന്നു പല സ്ഥലത്തും. പക്ഷേ അതിനെക്കുറിച്ച് എന്താ താങ്കൾക്ക് പറയാനുള്ളത്? അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ വർധന വന്നപ്പോൾ ആ വർധനനെതിരെ പ്രതിഷേധിക്കേണ്ട ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആരും മുന്നിട്ടിറങ്ങില്ല. ഒരു പ്രാവശ്യം ഇറങ്ങിയാൽ രണ്ടാമത്തെ പ്രാവശ്യം ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഈ കിട്ടുന്ന കൊള്ളയുടെ ഒരു ഭാഗം ജവഹർലാൽ പോക്കറ്റുകളിലേക്ക് പോകും. അപ്പോൾ അവിടെ നിശബ്ദത. ജനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട നേതാക്കൾ, സമരം നയിക്കേണ്ട നേതാക്കൾ നിശബ്ദത പാലിച്ചാൽ അതാണ് ഇപ്പോൾ താങ്കൾക്ക് പറയാനുള്ളത്. അപ്പം ഇതിനൊക്കെ ഒരു മാറ്റം വരണം എന്ന് പറഞ്ഞാൽ പൊതുവേ എല്ലാ ഇലക്ട്രിസിറ്റിയുടെ ബില്ല്, ഉപകരണങ്ങളുടെ ബില്ല്, സാധാരണ സാമ്പത്തികമായിട്ടുള്ള സാധന സാമഗ്രികളുടെ ഇത് എല്ലാം വില വർധനവ് കൂടിക്കൊണ്ടിരിക്കുക. അപ്പം ഇതിനെയൊക്കെ കവർ ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് സാധാരണ നിലയ്ക്ക് നമുക്ക് കഴിയും എന്ന് തോന്നുന്നുണ്ടോ? ഇനി ഒരിക്കലുമില്ല. നമ്മളെ ഇതുപോലെ ഇത്രയും ഒരു ഭീകരമായ കടക്കണിയിൽ നമ്മളെ കൊണ്ട് എത്തിച്ചു പോകുന്ന ഒരു ഗവൺമെൻറ്റിനെ കേരള ചരിത്രത്തിൽ ആദ്യമായി തന്നെ. പണ്ടും വായ്പകൾ എടുത്തിട്ടുണ്ട്. ഇത്രയും ലക്ഷം കോടികൾ ഒരു ഗവൺമെൻറ്റും എടുത്തിട്ടില്ല. നിങ്ങൾ ഇത്രയും ലക്ഷം കോടികൾ എടുത്ത കാശുകൾ എന്തിനു വേണ്ടി വിനിയോഗിച്ചു, നിങ്ങൾ എവിടെ വിനിയോഗിച്ചു, അതിൻ്റെ മുഴുവൻ ഒരു ലിസ്റ്റ് പബ്ലിക്കിന് മുന്നിൽ പ്രദർശിപ്പിക്കാൻ പറ്റുന്നു. ഇവരിപ്പം സപ്പോസ് 100 കോടി രൂപയുടെ വർക്കാണ് ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ ആ 100 കോടിയുടെ സ്ഥലത്ത് ഒരു 20 കോടി രൂപയുടെയെങ്കിലും വർക്ക് നടക്കുന്നതായിട്ട് നിങ്ങൾ തെളിയിക്കാൻ പറ്റും. അത് ഇല്ല. അപ്പോൾ ഈ 80 കോടി രൂപ പല പ്രോജക്റ്റുകളും പൊളിഞ്ഞു പോയി. അതുകൊണ്ടാണ് ഈ 80 കോടി രൂപ ആരുടെ പോക്കറ്റിൽ പോകുന്നു, ഈ 100 കോടി രൂപ ആരിൽ നിന്ന് ഇവർ ഈടാക്കുന്നു. പബ്ലിക്കിൽ നിന്നല്ലേ ഈടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പബ്ലിക്കിൽ നിന്ന് ഈടാക്കുകയും നമ്മളിൽ നിന്ന് ഈടാക്കുന്ന കാശുകൾ രാഷ്ട്രീയ നേതാക്കളുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി പല സ്ഥലത്തും പല രീതിയിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ഈ ചെവി കേൾക്കാവുന്നതും കണ്ണ് കാണാൻ കഴിയുന്നവനും ഇതെല്ലാം കണ്ടില്ലെന്നടിക്കുന്നതും കേട്ടില്ലെന്നടിക്കുന്നതും നാളത്തെ തലമുറയെ അതിഗുരുതരമായ ദാരിദ്ര്യത്തിൻ്റെ അഗാധ വൃത്തങ്ങളിലേക്ക് കൊണ്ട് തള്ളിയിടുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. നമ്മുടെ ആനുകാലികം തുടരും ഒരിടവേളയ്ക്ക് ശേഷം.